ഉസ്താദ് ഹോട്ടൽ മൂവി ഇല്ലേ, നിത്യമേനനെ പെണ്ണ് കാണാൻ വരുന്ന സീനകത്ത് ഉള്ള ഒരു പോലത്തെ ഒരു ഫീൽ ഇടുന്നുണ്ട് അല്ലേ? അവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്, ആ ഭാഗത്തുനിന്ന് വ്യൂ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ബാക്ക് സ്പ്ലാഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സ്പ്ലാഷ് ചെയ്ത പോലെ തന്നെ ഉള്ളൊരു രീതിയിലുള്ളൊരു ടൈലൊക്കെ തന്നെ. ഇതിൽ നമ്മളെ മാക്സിമം അട്രാക്ഷൻ പ്ലേസ് എന്ന് പറയുന്നത് ഫൗണ്ടെയിൻ ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ മീനൊന്നും നോക്കി, ഇവിടെ നിന്നുള്ള വ്യൂവിൽ കറക്റ്റ് ആ ഫീല് കിട്ടുന്നുണ്ട്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. മൈമുനത്ത് ഷംസുദ്ദീന്റെ ഈ വീട് നിൽക്കുന്നത് പാലക്കാട് പട്ടാമ്പിക്ക് അടുത്തുള്ള ചുണ്ടമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. സിനോൺ ബിൽഡേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്ന 8500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത് 50 സെന്റ് സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സെനോൺ ബിൽഡേഴ്സിലെ ആർക്കിടെക്ട് ഫവാസ് നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം. ഹായ്. 50 സെന്റ് പ്ലോട്ട് അല്ലേ? അതെ അതെ അതെ. 50 സെന്റ് പ്ലോട്ടിൽ ഇത് എങ്ങനെയായിരുന്നു? എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരുന്നോ? അല്ല, നമ്മളിത് ലെവൽ ചെയ്താണ്. കോണ്ടൂർ വെച്ച് നമ്മളിത് പോർട്ട് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം റോഡ് ലെവൽ ഇതും വ്യത്യാസം ഉണ്ടായിരുന്നു. റോഡ് ലെവലിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പൊക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബൗണ്ടറി വാൾ ചെയ്തേക്കുന്ന ആയാലും ഒരു ടെക്സ്ചേർഡ് പെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. ഇത് ഗൾഫിലൊക്കെ കൂടുതൽ കണ്ടു. അതിന്റെ CNC ഡിസൈൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെന്റിലേഷൻ പർപ്പസും പിന്നെ നമുക്ക് കാര്യങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻസി, കാരണം നമ്മൾ ലാൻഡ്സ്കേപ്പ് കൂടി ഉള്ളതുകൊണ്ട് ചെറിയ ട്രാൻസ്പെറൻസി നമുക്ക് ആവശ്യമാണ്. ലാൻഡ്സ്കേപ്പ് വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു സ്ലോപ്പിൽ നിങ്ങൾ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ വീടിന്റെ എലിവേഷനിൽ ഒരു ബ്രോഡ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ റോഡിൽ നോക്കുമ്പോൾ ഇപ്പൊ ഇത്രയും ഒരു പാർക്കിംഗ് സ്പേസ് പോലുള്ള ഒരു സൗകര്യം അവർക്ക് വേണമെന്നുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. കാരണം അവർ കുറച്ച് വണ്ടി അധികം ഉണ്ട്, വെഹിക്കിൾസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അവർ അത്രയും വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്ക് വേണം. പാർക്കിംഗ് ഏരിയ ഒക്കെ ബാക്കിലേക്കാണ്. കാർ പോർച്ച് ബാക്ക് സൈഡിലാണ്. ഇവിടെ ഫ്രീ ഏരിയ ആയിട്ട് നമ്മളിത് ഒരു പേയ്മെന്റിന് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ 2x2 ബാംഗ്ലൂർ സ്റ്റോൺ. അതിന്റെ ഇടയ്ക്ക് ഗ്രൗട്ട് ചെയ്തേക്കാണ്. അപ്പം പറഞ്ഞ പോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഏരിയ, ഗ്രീൻ ഏരിയ ഒക്കെ ഈ ഫ്രണ്ടിലൊക്കെ ഒരു മിനിമലായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ചെടികളുണ്ട്, പക്ഷെ ആ സൈഡിൽ കണ്ടല്ലോ അത് ഒരുപാട് അവിടെ ഉണ്ട്. കാരണം പ്രൈവറ്റ് സ്പേസ് അവിടെ. അത് നമുക്ക് പിന്നെ കാണിക്കാം. എന്തായിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു വീടിന്റെ ഡിസൈനിൽ വന്നപ്പം നിങ്ങൾ എന്തൊക്കെയായിരുന്നു മെയിൻലി കൺസിഡർ ചെയ്തത്? മെയിൻലി കൺസിഡർ ക്ലയന്റിന്റെ റിക്വയർമെന്റ് പറഞ്ഞാൽ കണ്ടംപററി ഡിസൈൻ ആയിരുന്നു പക്ക. വേറെ സ്ലോപ്പ് കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ എപ്പോഴും ഫ്രീ ആയിട്ടുള്ള ഡിസൈൻസ്, ഒരു ലോങ് ടേം, അതായത് പെട്ടെന്ന് റിനോവേഷൻ വരുന്ന ഒരു ഡിസൈൻ ആവാൻ പാടില്ല. അതായിരുന്നു മെയിൻ റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം അത്രയും ചെയ്തിട്ടുണ്ട്. ഈ തെങ്ങൊക്കെ വീടിന്റെ വ്യൂവിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. നല്ല കായ്ഫലം ഉള്ളതായോണ്ടായിരിക്കും. അത് ക്ലയന്റിന്റെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ അത് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ അതിൽ അത് ഇങ്ങനെ പിടിച്ച് കിട്ടാൻ പാടല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഗേറ്റ് വന്നിട്ട് ഒന്ന് സ്ലൈഡിങ്ങിലാണ്, ഓട്ടോമേറ്റഡ്. അതിലൊരു പ്ലാങ്ക് പോലത്തെ അത് GI തന്നെ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സൈഡിലോട്ട് അത് കിണറാണോ? കിണറാണ്. ഡിസൈൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ? നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്ത ഡിസൈനാണ്, അതിൽ വരച്ചതാണ്. ഓക്കെ, അപ്പൊ ഈ ഗ്രീൻ ഏരിയ ഒക്കെ നിങ്ങൾ ഒരു കെർബാണോ? ഇത് ഈ ഒരു ഷേപ്പിലെ കെർബ് കണ്ടിട്ടില്ലല്ലോ. അത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത കെർബാണത്. നിങ്ങളുടെ തന്നെ സ്വന്തം രീതിയിൽ പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്തു. സ്വന്തം പ്രൊഡക്റ്റ് അല്ല, നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് വെച്ച സംഭവമാണ്. ഇത് കല്ലല്ല? കല്ലാണോ വെച്ചാൽ കല്ലാണ്, അല്ലേന്ന് വെച്ചാൽ അല്ല. അങ്ങനെ അത് സീക്രട്ട് ആണ്, പുറത്ത് പറയാൻ പറ്റില്ല. കൺസ്ട്രക്ഷൻ ഉണ്ട് ടോട്ടല്. പിന്നെ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് പാക്കേജ് ആണ്. അതായത് ഇപ്പോൾ ഇൻക്ലൂഡിങ് ഒരു വീടിന് പക്ഷേ ലാൻഡ്സ്കേപ്പ് ഉണ്ടാവും, കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ഇന്റീരിയർ ഉണ്ടാവും. ഫുൾ ഫിനിഷ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കും. കീ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫുൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് പാക്കേജ് ആണ്. അപ്പോൾ ഇത് പിന്നെ പേൾ ഗ്രാസ് കൊടുത്തേക്കല്ലേ? പേൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീടിന്റെ എലിവേഷനിൽ ആ ഒരു പോർഷൻ അതെന്താ HPL ഷീറ്റാണ്. എക്സ്റ്റീരിയറിൽ പിന്നെ ഒരു അട്രാക്ഷനുമാണ്. നമുക്ക് വെള്ളത്തിന്റെ ഒരു പ്രോബ്ലം ഇല്ലാതായിരിക്കും. കണ്ടംപററി ഫീൽ കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതുമാണ്. പിന്നെ ഇതാണ് സൈഡിലോട്ട് പോയേക്കുന്ന പാർക്കിംഗ് ഏരിയ അല്ലേ? എലിവേഷനിൽ ഭയങ്കര ഹൈലൈറ്റ് തോന്നിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്, ഈ ഒരു പോർഷൻ. അതിൽ നമ്മൾ വാൾ ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഏരിയ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്. അത് നിങ്ങൾ അവിടുത്തെ പെയിന്റ് സെലക്ട് ചെയ്തേക്കുന്നതും ഈ വാൾ ക്ലാഡിങ് ചെയ്തേക്കുന്നതും തമ്മിൽ നല്ല ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഈ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാൻസ് ആയാലും അതെ, അതിന്റെ ഒരു ഓർഡറിന്റെ ഭംഗിയാണ് കൂടുതൽ അല്ലേ? ഇതൊക്കെ കൂടുതൽ ഒരു ട്രോപ്പിക്കൽ ലെസ് മെയിൻ്റെനൻസ് വരുന്ന സിറ്റ് ഔട്ടിലോട്ട് കയറുന്ന മെയിൻ എൻട്രൻസിന്റെ രണ്ട് സൈഡിലും ഒരു വെൽക്കമിംഗ് ആയിട്ട് ഒരു രണ്ട് പാം ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? സൈഡിലായാലും പ്ലാന്റർ ബോക്സിൽ
നല്ല തിക്കായിട്ടാണ് ഇവർ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടീഷൻ പോലെ ആക്ട് ചെയ്യുന്നുണ്ട് സിറ്റൗട്ടിലോട്ട്. അതെ അതെ. എന്നാൽ ഒരു ഭയങ്കര ഒരു ഗ്രീൻ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ഇവരുടെ പ്രൈവറ്റ് ലോൺ ഏരിയ നമുക്കൊന്ന് കാണാം. ഇത് ത്രൂ ഔട്ട് നിങ്ങൾ പേവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നാച്ചുറൽ സ്റ്റോണിന്റെ ഷേപ്പ് മാറി. ഇത് പിന്നെ നമ്മുടെ നോർമൽ സ്റ്റോൺ. ഇത് പെയിന്റിൽ വരുന്ന ടെക്സ്ചർ ആണോ അതോ പെയിന്റ് ടെക്സ്ചർ ചെയ്താണ്? പെയിന്റിൽ ടെക്സ്ചർ ചെയ്തേക്കാണ് അല്ലേ? ഒരു ബ്രിക്കിന്റെ ഒരു ചിമ്മിനി ഫിനിഷ് പോലെ. ഇതിനൊരു ഫീൽ കിട്ടാൻ വേണ്ടി നമുക്കൊരു ഫിനിഷ് കൊടുത്താണ്. ആ ഊഞ്ഞാലിലൊക്കെ പോയി ഇരുന്ന് ഈ ചെടികളുടെ ഇടയ്ക്കൂടെ നോക്കുവാണെങ്കിൽ ആ റെഡ് കളറിന്റെ ഫീല് ശരിക്കും കിട്ടും. ഇവിടെ പിന്നെ വലിയ പെബിൾസ് ഇട്ടിട്ടുണ്ട്. ഇവിടുന്നുള്ള വ്യൂ മീനും ഒന്ന് നോക്കിയേ. ഇവിടുന്നുള്ള വ്യൂവിൽ കറക്റ്റ് ആ ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന ഡോറ് വർക്ക് ഏരിയയിലോട്ടോ? വർക്ക് ചെയ്യില്ല, പക്ഷേ ഏതെങ്കിലും ഇതിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്താൽ, കാരണം ഇത് കിച്ചണായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് പ്രൊട്ടക്ഷനുമാണ്, കാരണം പുറത്തുനിന്ന് ഒരാൾ അങ്ങോട്ട് പെട്ടെന്ന് എൻട്രി ചെയ്യാനും പറ്റില്ല. അതെ, ഇതൊരു ഗ്ലാസ് ഡോർ, ഇതിനകത്ത് വേറെ ഡോറുണ്ട്. ഇതൊക്കെ ഇവർ പിന്നെ ഒരു റോക്ക് ഫിനിഷിൽ ഒരു നാച്ചുറൽ സ്റ്റോണിന്റെ ഫിനിഷിൽ നിങ്ങൾ ചെയ്തെടുത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മെയിൻ സിറ്റൗട്ടിലോട്ട് പോയി ബാക്കി വീടിന്റെ വിശേഷങ്ങളിലോട്ട് പോകാം. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ കയറുന്നതിന്റെ ഒരു ഇതിന്റെയാണോ ഒരു ഫ്ലോറിംഗ് പാറ്റേൺ ഒക്കെ മാറുന്നുണ്ട്? ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അത് ഏരിയ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. അത് ആ സ്ക്വയർ തന്നെ ഡയഗണലിൽ ചെയ്തു. ഇൻ ബിറ്റ്വീൻ എന്താ ലെപ്പോത്രയാണ്. സാധാരണ ഈ കൂടുതൽ സ്റ്റെപ്സ് ഉണ്ട് അല്ലേ? അതെ അതെ. മാത്രമല്ല അതിന്റെ റൈസിന് അത്യാവശ്യം നല്ല ഹൈറ്റ് കൂടുതലുണ്ടല്ലോ. ഓക്കെ, ഇത് ഈ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലഡഡ് ഏരിയ ആണ് കുറച്ച്. നമ്മൾ ഈ വീട് കുറച്ച് പൊക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് വരുന്നത്. ഇത് നമ്മൾ പണ്ട് കാണാറുള്ള ഒരു ടൈപ്പ് ഗ്രാനൈറ്റ് ആണ്. പക്ഷെ ഒരേ ഈവൻ ഡിസൈൻ ആണ് പാറ്റേൺ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് വേറൊരു ഭംഗിയുണ്ട്. അതെ അതെ. ഓക്കെ, പിന്നെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിന്റെ ചെറിയൊരു പോർഷൻ എവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പുറത്തെ ഗ്രീനും വെജിറ്റേഷനും ഉള്ളിലോട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് ആ ഒരു ഫീൽ കിട്ടണല്ലോ. പിന്നെ വളരെ നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് കൊടുത്തേക്കുന്നു. അതിൽ ഒരു 3-4 സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നടുക്ക് കോവ് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? വുഡൻ പാനലിംഗ് ചെയ്തിട്ട്. വുഡൻ പാനലിംഗ് അല്ല, അത് നമ്മൾ ജിപ്സത്തിൽ നമ്മൾ പെയിന്റ് ചെയ്തത്. നമ്മൾ ഡോർ നോക്കുവാണെങ്കിൽ മെയിൻ ഡോറിന്റെ അതേ ഫിനിഷിൽ തന്നെ 2 ഡോർ ഐഡന്റിക്കൽ ഡോർസ്. ഗസ്റ്റ് റൂമിന്റെ ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത് വുഡൻ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽസ് എല്ലാം നമ്മൾ വുഡൻ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ടീക്കിൽ ചെയ്തൊക്കെയാണ്. അതിന് സ്മാർട്ട് ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ വെർട്ടിക്കൽ അത് നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് പാനൽ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വിത്ത് ഗ്ലാസ്. അതുപോലെ ഇതായാലും ഒരു ലുക്കിന് വേണ്ടിയിട്ട് കൊടുത്തേക്കാണ് അല്ലേ? ലുക്ക് മാത്രമല്ല, നമുക്ക് എന്താ വെച്ചാൽ വെള്ളത്തിന്റെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ, കാരണം മഴവെള്ളത്തിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, സ്റ്റെപ്പിലേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡിസൈൻഡ് ആയിട്ട് നമ്മൾ ഇതിൽ കീപ്പ് ചെയ്തു മാത്രം. ഒരു എലമെന്റ് ആക്കി എടുത്തു. ജിഐയിൽ ചെയ്ത ഗ്ലാസ് ഇട്ടേക്കാം. ഒരു സ്ട്രിപ്റ്റ് ഡിസൈൻ ആണ്. അതിൽ ഡിസ്ക് ഷേപ്പിൽ അല്ലേ? സർക്കിൾ ഷേപ്പിലാണ് ഹാൻഡിൽസ് കൊടുത്തത്. ഗ്രാബ് ഹാൻഡിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ത്രൂ ഔട്ട് ഈ സെയിം ഫ്ലോറിൽ നിന്നാണ് പോയത് അല്ലേ? ഗ്രാനൈറ്റ് തന്നെ. വളരെ ലെങ്തി ആയിട്ട് നീളത്തിൽ കിടക്കുന്ന ഒരു ലിവിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫാമിലിയുടെ സ്പേസ് ആണ്. അപ്പോൾ അതിൽ ഇവിടെ തന്നെ ഒരു TV ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ നമ്മൾ ഹാളിലോട്ട് കയറുമ്പോൾ തന്നെ ഇതെല്ലാം ഫോൾ സീലിംഗ് ചെയ്തേക്കുവാണ് അല്ലേ? ജിപ്സം ഉണ്ട്, പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഉണ്ട്. അതിന്റെ സെയിം ഫിനിഷിനുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ പാർട്ടീഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ TV കൺസോൾ ഇരിക്കുന്ന ആ ഒരു ഏരിയയിലൊക്കെ ഇവർ വാൾപേപ്പർ ആണ് ചെയ്തേക്കുന്നത്. ഇത് വാൾപേപ്പർ ഉണ്ട്. ഒരു കോവ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതും സെയിം ഇത് തന്നെ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു അക്രിലിക് ഇതാണ്? അല്ലല്ല, ലാമിനേറ്റ് ആണ്. ഒരു എൽ ഷേപ്പ് സോഫ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിന്റെ ആ ഒരു സ്ട്രിപ്ഡ് ഡിസൈൻ വരുന്ന രീതിയിലുള്ള ചില ഫ്ലോട്ടഡ് പാനൽസിന്റെ ഒരു ഡിസൈൻ ഒക്കെ ഇവിടെ കാണാം. അതിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പം ഇവരുടെ മെജ്ലിസ് റൂമിലോട്ട് കയറാം. കൊടുത്തേക്കുന്ന ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. അതൊരു ലാമിനേറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല വലിയ സ്പേസ് ആണ്, മജ്ലിസ് സ്പേസ് ആണ്. അതിൽ പ്രത്യേകത ടിപ്പിക്കൽ മജ്ലിസ് അല്ല, ഒരു മോഡേൺ മജ്ലിസ് എന്ന് പറയാം. നോർമലി കാണുന്ന മജ്ലിസ് സ്റ്റൈൽ അല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നോർമലി കാണുന്ന മജ്ലിസ് സ്റ്റൈലിൽ എങ്ങനെ കുറച്ചും കൂടി ഓർണമെന്റ് ആയിരിക്കും. പിന്നെ കുറച്ച് താഴെ ആയിരിക്കും സീറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ടാവാം. ഹൈറ്റ് വളരെ കുറവായിരിക്കും. ക്യൂട്ട് കളേഴ്സ് ആരും അങ്ങനെ യൂസ് ചെയ്യാത്ത കളേഴ്സ് നമ്മളിവിടെ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്യൂഡിലാണ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി മജ്ലിസിൽ അത് വരും. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഡെക്കോർ എലമെന്റ്സ് പോലെ അത് വാളിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് വാൾപേപ്പർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വാൾപേപ്പർ ആണ് മനസ്സിലായി. ഇതിപ്പോ നിങ്ങൾ പെയിന്റ് ഫിനിഷ് ഉണ്ട്. ഇവിടെ പ്ലൈവുഡ് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിൽ നിങ്ങൾ PU ചെയ്തേക്കാം. ഒരു വെസ്റ്റേൺ ലുക്ക് ഫീൽ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ചെയ്തേക്കാം. ഇവിടെ ഫോൾ സീലിംഗ് ജിപ്സത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കോവ് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ത്രൂ ഔട്ട് സൈഡിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ. അതെന്ത് ഇവിടെ ബീം ഇവിടെ ബീം പോകുന്നതുകൊണ്ട് അതിനെ കവർ ചെയ്ത് ചെയ്താണ് ഈ ഒരു പോർഷൻ. ഡിസൈൻ എലമെന്റ് ആക്കി എടുത്തു.
കണ്ടിന്യൂസ് ഇങ്ങനെ വലിയൊരു ഇതിൽ പോവാതെ അതെ, രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിൻഡോ ഏരിയ ത്രൂ ഔട്ട് നല്ല ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അങ്ങനത്തെ സ്പേസ് റോമൻ ബ്ലൈൻഡ്സ് കൊണ്ട് ചെയ്തേക്കുന്നു. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ. പിന്നെ കുറെ കോഫി ടേബിൾ അല്ലേ ഇത്? അതെ അതെ, കോഫി ടേബിൾ വേണമെങ്കിൽ സീറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം ഇത്രയും വലിയ സ്പേസ് ആകുമ്പോൾ അത്രയും ആൾക്കാരെ ചെയ്യുന്നതല്ലേ, ഇവിടെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് ആവശ്യം, ടേബിൾസ് ആവശ്യം ഉണ്ടാവും. പിന്നെ നമ്മളിവിടെ കൺസോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തായിരുന്നു. ഇവിടെ ഓരോ എലമെന്റും നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്, റെഡിമെയ്ഡ് ഇല്ല. ഇതെന്താണ് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് നമ്മൾ ടോട്ടലി ഒരു ഹൈലൈറ്റ് സ്പേസ് ആണ്. ചെയേഴ്സ് ആണെങ്കിലും എല്ലാം, ചെയേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള യൂണിറ്റ് ആണെങ്കിലും ഫുള്ളി കളർഫുൾ ആണ്. പ്ലൈവുഡിൽ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തത്. അതും ഈ കളേഴ്സും ഈ ചെയറിന്റെ കളറും എല്ലാം തമ്മിൽ നല്ല ഒരു ബ്ലെൻഡിങ് ആണ്, ബ്ലെൻഡ് ചെയ്ത് പോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് വാൾപേപ്പർ അല്ലേ? ഇത് എന്താണ്, റൂമാണോ? ഇത് ബെഡ്റൂം ആണ്. ബെഡ്റൂം ഡോർ ചെയ്തതിന് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബെഡ്റൂം നമുക്കപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ലിവിങ്ങിന്റെ ബാക്കി ഏരിയയും ഡൈനിങ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇതിപ്പോ ഒരു പാർട്ടീഷൻ കം ഒരു സ്റ്റോറേജ് പർപ്പസും കൂടെ ഉണ്ട് അല്ലേ? അതെ, ഇത്ര വലിയ സ്പേസ് നമ്മൾ ജസ്റ്റ് ഒരു പാർട്ടീഷൻ, തൊട്ടപ്പുറത്ത് നമുക്ക് ഡൈനിങ് സ്പേസ് അല്ലേ? അതെ, മെയിൻ ഡോർ വരുന്ന അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തു. ഇതായാലും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ പോയേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് ഇത് റിവീൽ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റ് ആണ് സ്പേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു ഭിത്തി അല്ലേ? അതെ, ഒന്നാമത് ഡബിൾ ഹൈറ്റ് ആണ്. ഇതിൽ നമ്മൾ വാളിൽ ടെക്സ്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡെക്കർ കൊടുത്തിട്ടുണ്ട്, പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു യൂണിറ്റ്. ഇതും എന്താ ഒരു സ്റ്റോറേജ് പർപ്പസിന് മാത്രം. പക്ഷേ ഈ ഒരു സ്പേസ് വേക്കൻഡ് കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു നീറ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ? പ്ലൈവുഡ് വിത്ത് പെയിന്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആ ഒരു ഡിസൈൻ നൈസ് ആയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ കാണുന്ന മെയിൻ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ആ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. ഇതിൽ നമ്മളെ അട്രാക്ഷൻ പ്ലേസ് എന്ന് പറയുന്നത് ഫൗണ്ടൈൻ ആണ്. അതേമാതിരി ഇവിടെ ഈ ഒരു സ്പേസിന്റെ ഹൈറ്റും ഗ്രീനറി ബ്രോഡായിട്ടാണ് സീറ്റിംഗ്. ഇത്രയും നല്ല വലിപ്പമുള്ള ഒരു സ്പേസ് തന്നെ വേണമെന്ന് ഇവർ ക്ലയന്റിനും ഓക്കെ ആയിരുന്നോ? മെയിനായിട്ട് നമുക്ക് ഇവിടെ വാട്ടർ ബോഡി നിർബന്ധമായിരുന്നു. അവരുടെ റിക്വയർമെന്റ് വാട്ടർ ബോഡി വേണം. അപ്പോൾ അത്രയും വലിയ സ്പേസ് നമുക്ക് നിർബന്ധം. ഇവിടെ ഒരു സൗണ്ടും അല്ലേ, സൗണ്ടിന്റെ ഒരു ഫീല്, അതുപോലെ തന്നെ കാറ്റ് കയറി ഇറങ്ങാനുള്ള സൗകര്യം കിട്ടുന്ന രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. മേളിലൊക്കെ ഒരു മെഷാണ് ത്രൂ ഔട്ട് പോയേക്കുന്നത്. അകത്ത് നല്ല ഗ്രീൻ സ്പേസ്. ഇതൊക്കെ പിന്നെ ഒരു നമുക്കൊരു ടെറൈൻ്റെ ഒരു വ്യത്യാസത്തിന് വേണ്ടി നിങ്ങൾ ചുമ്മാ കൊടുത്തേക്കും. അതെ, പെബിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് പെബിൾസ് കൊടുത്തേക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ലെപ്പോത്ര ഫിനിഷ് ഉള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വുഡൻ പ്ലാങ്ക്സ് തന്നെ. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് രീതിയിലുള്ള സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ അവിടുന്ന് ഇങ്ങോട്ട് വരാനും കൂടി ഒരു ആക്സസ് കൂടി കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള രീതിയിൽ. പക്ഷെ ഇതിന്റെ താഴെ നല്ല വലിയൊരു വാട്ടർ ബോഡി കൊടുത്തേക്കുന്നു. അപ്പൊ അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ റൺ ചെയ്തിരിക്കുകയാണല്ലേ, അങ്ങനെ സർക്കുലേറ്റ് ചെയ്തിരിക്കും. ഈ ഭാഗത്തോട്ട് കാണുന്ന സ്പേസ് ആയാലും ഗ്രീൻ സ്പേസ് ആയതുകൊണ്ട് മൊത്തത്തിലൊരു തളിർത്ത ഒരു ഫീൽ ഉണ്ടാവും. രാത്രിയിലൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ആ ഒരു വൈബ് പിടിക്കാൻ പറ്റിയ സ്പേസ്. ഉസ്താദ് ഹോട്ടൽ മൂവിയില്ലേ, പെണ്ണ് കാണുന്ന നിത്യമേനന്നെ പെണ്ണ് കാണാൻ വരുന്ന സീനകത്ത് ഉള്ള ഒരു പോലത്തെ ഒരു ഫീൽ ഇടുന്നുണ്ട് അല്ലേ? അവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്, ആ ഭാഗത്തുനിന്ന് വ്യൂ ഉണ്ട്, അവിടെ ഉണ്ട്. വീടിന്റെ സെന്റർ സ്പേസ് ആണ്. എല്ലാ സൈഡിൽ നിന്നുള്ള ആക്സസ് ഉണ്ടാവും. ആവശ്യം പോലെ പ്ലാന്റ്സ് വീടിനകത്തും പുറത്തും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലോട്ട് കയറുമ്പോൾ ഓക്കെ, ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഡോർ വന്നിട്ട് സ്ലൈഡിംഗ് ഡോർ ആണ്. ഇതിപ്പോ GL ചെയ്തേക്കാം. വുഡന്റെ ഫിനിഷിൽ വരച്ചു മുകളിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ പിന്നെ താഴെ ഒരു തടസ്സമൊന്നും ഇല്ല. ഡയറക്റ്റ് റണ്ണർ മേളിൽ കൊടുത്തേക്കുന്നുണ്ട്. ഒറ്റ സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ ഒരു സൈഡിലത്തെ ഭിത്തി അഗൈൻ വാൾപേപ്പർ തന്നെ വെച്ച് കോവ് കൊടുത്ത് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ഡെക്കോർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലും എല്ലാം സെയിം ഫിനിഷ് തന്നെയാണ് അല്ലേ? ലാമിനേറ്റ് ഫിനിഷ്. വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. വാഷ് കൗണ്ടറിന്റെ സൈഡിലായാലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. നാനോവൈറ്റിന്റെ കൗണ്ടർ ടോപ്പും പ്ലൈവുഡിൽ വിത്ത് ലാമിനേറ്റ്. അതിന്റെ ഇടയ്ക്ക് എല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെ ആ സെയിം ഫിനിഷ് തന്നെ പോയേക്കുന്നു. ഇത് പിന്നെ സ്വിച്ച്, ഇത് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇത് ടോയ്ലറ്റ് ആണ് അല്ലേ? ഓക്കെ, ഹിഡൻ രീതിയിൽ ഒരു ടോയ്ലറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഫിനിഷിന്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾ അങ്ങനെ കൊടുത്തേക്കാണ് അല്ലേ? അപ്പൊ ഡൈനിങ് ഏരിയ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം കിച്ചണിന്റെ ഭാഗത്തോട്ട് കിടക്കുകയാണ്. അതിന് മുന്നായിട്ട് ഇവിടെ ഒരു സ്വിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. ഇവിടെ അല്ലേ? അപ്പൊ ഈ ഒരു സ്ട്രൈപ്സ് ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലൂട്ടഡ് പാനൽ വിത്ത് ഗ്ലാസ്, നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ യൂണിറ്റ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് സ്റ്റോറേജ് സ്പേസസ് യൂസ് നമ്മളിവിടെ ഹൈലൈറ്റിന്റെ പോർഷൻ ചെയ്തിട്ടുണ്ട് വിത്ത് ഡക്ക്. വുഡല്ലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ പീസസ് ആ ഒരു വുഡിൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സീറ്റിംഗ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട് വിത്ത് റീഡിംഗ് സ്പേസ്.
ലൈബ്രറി പോലെ നമുക്ക് റീഡിംഗ് സ്പേസ് ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരു എനിക്ക് സ്കൈലൈറ്റ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ആ ഒരു നാച്ചുറൽ ലൈറ്റിൽ തന്നെ റീഡ് ചെയ്യാനും പിന്നെ അവിടെ ഒരു അക്വേറിയം നമ്മൾ കൊടുത്തു. ഒരു വലിയൊരു അക്വേറിയം. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, വലിയൊരു സ്പേസ് ആണ്, നല്ല നീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പോയിട്ടുണ്ട് അല്ലേ. ഇത് സ്റ്റെയറിന്റെ അടിയിലത്തെ ആ ഒരു സ്പേസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും കുറച്ച് സ്റ്റോറേജ് ഒക്കെ സ്റ്റെയറിന്റെ സൈഡിലായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് കിച്ചൺ ആണ് കാണാനുള്ളത് അല്ലേ. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ ആണേ. അപ്പം നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാൻ പറ്റും. അവിടെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലൈവുഡിൽ. പിന്നെ അടിപൊളിയായിട്ടുള്ള കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്ലൂട്ടഡ് ചാർക്കോൾ പാനലാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് സീറ്റിങ്ങിന് ഒരു ഇരിക്കാൻ ഭാഗത്തിനുള്ള രീതി കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ അതിൻ്റെ സ്റ്റോറേജ് സ്പേസസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പ്രീമിയം ക്രോക്കറി യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബ്രാസിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിനുള്ളിലുള്ള ലൈറ്റിൻ്റെ ആ ഒരു ടിൻറ്റും ഒക്കെ കൂടെ അതിനെ ഒരു അടിപൊളി ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ടോൾ യൂണിറ്റ് നമുക്ക് കാണാം. അത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് അതിലുണ്ട്. പിന്നെ ഇതിന് ഒരു PVCയുടെ റോളിംഗ് ഷട്ടറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനടിയിൽ നമുക്കിപ്പം എന്തെങ്കിലും ഗ്രൈൻഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇവിടെ പറ്റും. ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തിട്ടുള്ളത് 120x60 ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരു ബോർഡർ പോലെ തന്നെ ആ ഒരു ബ്രാസ് ഫിനിഷിനെ കിട്ടുന്ന രീതിയിൽ തന്നെ മൊത്തത്തിൽ ആ ഒരു ബ്ലെൻഡ് കിട്ടുന്ന രീതിയിലാണ് ടൈലിങ്ങും പോയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലൂടെ പോയിട്ടുള്ളത് ക്വാർട്സ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ആ സെയിം ഫിനിഷ് കിട്ടത്തക്ക രീതിയിലുള്ള വൈറ്റ് ലാമിനേറ്റ് ആണ് കപ്പോർട്സ് ആയിട്ടും ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് റെഫ്രിജറേറ്ററും അതുപോലെ തന്നെ OTGയും സ്പേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറേ കപ്പോർട്സുകൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സ്പ്ലാഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സ്പ്ലാഷ് ചെയ്ത പോലെ തന്നെ ഉള്ളൊരു രീതിയിലുള്ളൊരു ടൈലൊക്കെ തന്നെയാണ്. നമുക്കിനി വർക്കിംഗ് കിച്ചണിലേക്ക് കിടക്കാം. ഫ്ലോറിലൊക്കെ കാണുന്ന ആ ഒരു ബ്രോൺസ്, ഒരു ഡാർക്ക് ബീജ് കളറിലെ ഫ്ലോർ ടൈലിൻ്റെ സെയിം ഒരു പാറ്റേൺ ആണ് വർക്കിംഗ് കിച്ചണിലും കാണുന്നത്. അതേ ഒരു ബീച്ച് പാറ്റേണിൻ്റെ മാറ്റ് ഫിനിഷ് ഫ്ലോർ ടൈൽ കൊടുത്തിരിക്കുന്നു. ഭിത്തിക്ക് വന്നിട്ട് അതിൻ്റെ തന്നെ ഗ്ലോസിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് പാത്രം കഴുകുന്ന ഭാഗത്തൊക്കെ ഒരു ഗ്രില്ലും ഇതൊക്കെ കൊടുത്ത് കാറ്റ് വെന്റിലേഷനൊക്കെ കിട്ടുന്ന രീതിയിൽ അതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ACP കൊണ്ട് ചെയ്തേക്കുന്ന കബോർഡാണ്. അപ്പർ ക്യാബിനറ്റും ലോവർ ക്യാബിനറ്റുമാണ് ചെയ്തേക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു ഗ്രാനൈറ്റാണ്. ഇനിയും നമ്മൾ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസിലോട്ടാണ്. GIയിൽ തന്നെ സ്ക്വയർ ട്യൂബും റെക്ടാങ്കിൾ ട്യൂബും ചേർത്ത് വെൽഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡോർ ഡിസൈൻ ചെയ്തേക്കുന്നത്. വർക്കിംഗ് കിച്ചണിൽ നിന്ന് ലീഡ് ചെയ്യുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസിലോട്ടാണ്. യൂട്ടിലിറ്റി സ്പേസ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നനഞ്ഞ അഴുക്ക് തുണിയൊക്കെ ഇടാനുള്ള സ്പേസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ തുണിയൊക്കെ അടുക്കി വെക്കാനുള്ള സൗകര്യങ്ങളും സ്റ്റോറേജും ഒക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം കൊടുത്തേക്കുന്നത് തന്നെ പ്ലൈയിൽ ലാമിനേറ്റ് തന്നെ ചെയ്തേക്കുന്നു. ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടത്. അതേപോലെ തന്നെ ഇവിടുന്ന് കോർട്ട്യാർഡിലോട്ടും ഡയറക്റ്റ് ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പുറത്തോട്ട് എക്സിറ്റ് ചെയ്യാം. അത് നമ്മൾ വീഡിയോയുടെ മുൻപ് കാണിച്ച അതേ ഒരു ലോൺ സ്പേസിലോട്ടാണ് അത് തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കാണാം. ഇത് ഗസ്റ്റ് റൂമാണ്. അപ്പോൾ ഗസ്റ്റ് റൂമിലോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ലിവിങ്ങിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വന്നേക്കുന്ന ഗ്രാനൈറ്റ് ഇതാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇരിക്കുന്ന ഒരു സ്പേസ് വരെ അത് വന്നിട്ടുണ്ട്. പ്ലൈയിൽ ലാമിനേറ്റ് തന്നെ കൊടുത്തിരിക്കുന്നു. ആ ഒരു ടീക്കിൻ്റെ ഫിനിഷിലുള്ള ലാമിനേറ്റിനാണ് ത്രൂ ഔട്ട് പോയേക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണെങ്കിൽ ബെഡ് കിടക്കുന്ന ഏരിയയിൽ മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. ബെഡിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്ലൈഡിങ് വാർഡ്രോബ് സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ലാമിനേറ്റിൽ തന്നെ ചെയ്തേക്കുന്നു. ഒരു ക്വീൻ സൈസ് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് കുഷൻ ചെയ്തിട്ടുള്ളൊരു ഹെഡ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് ഈ പറഞ്ഞ പോലെ ലാമിനേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലൂട്ടഡ് പാനലും പോയിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയുള്ള സൈഡ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റ് ബെഡ്റൂം ആയതുകൊണ്ടായിരിക്കും വലിയ സ്പേസിലല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു 10x10 സൈസിലാണ് ഈ റൂം വന്നേക്കുന്നത്. ഇതിൽ റോമൻ ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു ഷിയർ കർട്ടണും കൊടുത്തിട്ടുണ്ട്. വിൻഡോയുടെ സൈഡിലായാലും ഇതേപോലെ തന്നെ ആ ഒരു ലാമിനേറ്റ് പോയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ 2 എൻട്രൻസ്, ഒരു ചെറിയൊരു ഫയർ സ്പേസ് പോലൊരു സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു പ്രെയർ സ്പേസും ഒരു സൈഡിലാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗം അവർ വന്നിട്ടൊരു അയണിങ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് DB ഒക്കെ ഇരിക്കുന്നൊരു സ്പേസാണ്. അവരത് കറക്റ്റായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ സെയിം ഒരു ടീക്ക് ലാമിനേറ്റ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ താഴെയൊക്കെ ഇൻവേർട്ടറും ബാറ്ററിയും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ബെഡ്റൂമിൻ്റെയും ഫ്രെയിം വരുന്ന ഏരിയയിലെല്ലാം തന്നെ അവർ ആ ഒരു ലാമിനേറ്റ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങോട്ടെല്ലാം അത് തന്നെ
ഇവിടും ഒരു സ്ലൈഡിംഗ് സ്റ്റൈലിലുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അതിലും വൈറ്റ് ലാമിനേറ്റും ഡാർക്ക് ടീക്ക് ഫിനിഷിലുള്ള ലാമിനേറ്റും കൊടുത്തേക്കുന്നു. കോട്ടിന്റെ അടിയിൽ കൂടെ ഒക്കെ തന്നെ ആയാലും ആ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഷിയർ കട്ടൺ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള കട്ടണും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കിങ് സൈസ് ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റൂം ഓൾമോസ്റ്റ് ഒരു 10x12 സൈസിൽ ആണ് അവർ സൈസ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നതും മാർബിൾ തന്നെയാണ്. ഇവിടെ എല്ലാം തന്നെ ഫോൾ സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ബോർഡിനോട് ചേർന്ന ആ ഭിത്തികൾ അവിടെ കവലേറ്റ് വരുന്ന രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ഇതൊരു സോഫ്റ്റ് കുഷൻ വരുന്ന രീതിയിലാണ് ബെഡ് കിടക്കുന്ന ആ ഭാഗത്ത് വന്നേക്കുന്നത്. സൈഡിൽ ഒരു ഫ്ലൂട്ടഡ് ടൈപ്പും ഇതിനകത്ത് വന്നിട്ട് ഇത് ഒരു ടെക്സ്റ്റേർഡ് ലാമിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു മിററിന്റെ ഡിസൈനുള്ള ചില ചാനൽസ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരു വളരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്ക് ഇൻ വാർഡ്രോബ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് ഫുൾ സൈസ് മിറർ കൊടുത്തിട്ടുണ്ട്, ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോസ്മെറ്റിക്സും കാര്യങ്ങളും എല്ലാം വെക്കാനുള്ള സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റിലോട്ട് കയറുന്ന ഏരിയയിലൊക്കെ ആയാലും ഈ സെയിം ഫിനിഷ് തന്നെ ത്രൂ ഔട്ട് പോയിരിക്കുന്നു. ലാമിനേറ്റ് തന്നെ ഫ്ലോറിനും ഭിത്തിക്കും എല്ലാം മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയേക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വാഷ് ബേസിനും അതിൻ്റെ മിറർ യൂണിറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തും നാനോ വെയ്റ്റിൻ്റെ കൗണ്ടർ ടോപ്പും അതിനനുസരിച്ച് ലാമിനേറ്റ് ചെയ്തേക്കുന്ന സ്റ്റോറേജ് സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ മുകളിലോട്ടുള്ളതായാലും സ്റ്റെപ്പ് എല്ലാം സെയിം ഈ ഗ്രാനൈറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് സെയിം ഫിനിഷ് തന്നെ പോയിരിക്കുന്നു. ടഫൻഡ് ഗ്ലാസ് കൊടുത്തേക്കുന്ന ഹാൻഡ് റെയിൽ, വുഡൻ ഹാൻഡ് റെയിൽ കൊടുത്തേക്കുന്നു. പിന്നെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു മെമ്പർ പോയേക്കാണ് അല്ലേ. അത് മാത്രമല്ല ഇതിലൊരു ഡെക്കറേറ്റീവ് എലമെന്റ്, നമ്മൾ ഡെസ്ക് സ്പേസിന് ഡെക്കറേറ്റീവ് എലമെന്റ് കൂടിയാണ് ഈ വരുന്നത് പോസ്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് സീലിംഗ് വരെ പോകുന്നുണ്ട്. അതെ, ഹൈറ്റ് ഡബിൾ ഹൈറ്റ് സ്പേസിൽ ഹൈറ്റിൽ പോകുന്നുണ്ട്. അതിൽ നിങ്ങളൊരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ട്രക്ചറലി ആക്ട് ചെയ്യുന്നുണ്ടോ? അല്ലെ സപ്പോർട്ട് ഇതൊന്നും ചെയ്യുന്നില്ല, ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വാക്ക് വേയിലേക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഹൈറ്റിൽ പോയിരിക്കുന്ന വിൻഡോ ഏരിയ ആണ് പോയിരിക്കുന്നത്. വലിയ വലിയ ഗ്ലാസ് പാനലാണ്. ഇതെല്ലാം UPVC ആണ് അല്ലേ. വെർട്ടിക്കൽ പരകോള പോലെ കൊടുത്തിരിക്കുകയാണ് അല്ലേ. പാനൽ ചെയ്തിട്ടുണ്ട്, പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് പാനൽ ചെയ്തിട്ടുണ്ട്. അത് മുകളിലത്തെ ആ ഒരു പോർഷൻ വന്നിട്ട് അവർ ഫിക്സഡും താഴത്തത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു സൗകര്യമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു വിട്ടുള്ള നമ്മൾ കൊടുത്തത്. ഇവിടെ 120 വിടുത്ത് വരുന്നുണ്ട്. സാധാരണ എല്ലാ വീട്ടിലും നമ്മൾ നോർമലി ഒരു 100 മീറ്റർ ഒക്കെ മാക്സിമം നമുക്ക് വിടുത്ത് ഉണ്ടാവാറുള്ളൂ. അത്ര 1 മീറ്റർ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഹാൻഡ് റെയിലും ഈ പോയേക്കുന്ന സപ്പോർട്ട് സിസ്റ്റവും ഇതെല്ലാം തന്നെ ഇവിടുത്തെ ലാമിനേറ്റും എല്ലാം തന്നെ ഡാർക്ക് കളർ. ഇവിടെ പാനലിംഗ് അതേപോലെ തന്നെ നമ്മുടെ വാൾനട്ട് കളർ ഫിനിഷിലാണ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റും കൊടുത്തിട്ടുണ്ട്, സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ത്രൂ ഔട്ട് തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് ആ സീലിംഗ് വഴി അവിടുന്ന് താഴോട്ട് നേരെ നമ്മുടെ എൻട്രൻസിന്റെ അവിടെ നിന്ന് അവസാനിപ്പിക്കുന്നു. ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. മുകളിലോട്ടാവുമ്പോൾ ഇങ്ങനെ ഒരു നോക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു സ്പേസ് ആണ് അല്ലേ. വലിയൊരു പാസേജ് പോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോയേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് കയറാം. അതിനായാലും താഴത്തെ കണ്ട പോലെ തന്നെ സെയിം ഫിനിഷ് തന്നെ, പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് തന്നെ പോയേക്കുന്നു മൊത്തം. ഇതൊരു 1.5 ബെഡ്റൂം കേട്ടോ. ഭയങ്കര സൈസിൽ കൊടുത്തേക്കുന്നു. എന്തായിരുന്നു ഇങ്ങനെ ഒരു, അതായത് ഒരു വാക്ക് ഇൻ വാർഡ്രോബ് ഏരിയ ആയാലും അത്യാവശ്യം നല്ല സ്പേസിലും സാധാരണ കാണുന്ന ഒരു പാറ്റേണിലല്ലേ. എന്താ സംഭവം ഇതിന്റെ? ആക്ച്വലി നമ്മളെ ക്ലയന്റ് കുറെ നാൾ പുറത്ത് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ബ്രോഡ് ആൻഡ് ബോട്ടം ഒക്കെ ആയിട്ട് പുറത്തായത് പുള്ളി ഉണ്ടായിരുന്നത്. പുള്ളിയുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്പേസ്, ബെഡ്റൂം സ്പേസ് തന്നെ ആയിട്ട് ആ ഒരു സ്പേസ് അതിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടണം. അതേപോലെ വാർഡ്രോബ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ട്, അത് പ്ലസ് അയാൾക്ക് അവിടെ ഒരു വർക്ക് സ്പേസ് കൂടി വേണം. സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്പേസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ വാർഡ്രോബ് ഏരിയയും ഒരുങ്ങാനുള്ള സൗകര്യം എല്ലാം കൂടി ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമലി എല്ലാ വീട്ടിലെന്ന് വെച്ചാൽ ബെഡ്റൂമിനകത്ത് തന്നെ നമ്മൾ വാർഡ്രോബ് എല്ലാം സെറ്റ് ചെയ്യാറുള്ളത്, കൺജസ്റ്റഡ് സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ നേരെ എന്ത് ചെയ്തു, രണ്ട് സ്പേസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇതിന്റെ സൈഡിൽ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കുന്നതെന്നാണ് ഇതിന്റെ ബാത്റൂമും അല്ലേ, ടോയ്ലറ്റ്. അതും ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡ്രൈ ഏരിയയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ വളരെ സ്പേഷ്യസ് ആണ്. ഈ കാണുന്ന പോലെ തന്നെ വാഷ് ബേസിൻ ഏരിയയിലൊക്കെ ആയാലും അതേ ലാമിനേറ്റ് കൊടുത്തേക്കുന്നു. നമ്മൾ മുകളിലോട്ട് വന്നപ്പോൾ കണ്ട ആ ഒരു ഡാർക്ക് തീമിലുള്ള ലാമിനേറ്റ് തന്നെയാണ് ഇവിടെ ത്രൂ ഔട്ട് പോയത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെറ്റ് ഏരിയ ആയാലും ഒരു നോർമൽ ഒരു ടോയ്ലറ്റിന്റെ സൈസ്, എൻ്റെ ടോയ്ലറ്റിന്റെ സൈസ് ഉണ്ട് വെറ്റ് ഏരിയയിൽ തന്നെ കൊടുത്തേക്കുന്നത്. റെയിൻ ഷവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡ് മൊത്തം ഒരു ലീനിയർ വിൻഡോ കൊടുത്തേക്കുന്നു. അത് ഡയറക്റ്റ് നമ്മുടെ കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ആണ് കൂടുതൽ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. വാർഡ്രോബ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു വലിയൊരു പാർട്ടീഷനുമാണ് അല്ലേ. വർക്ക് സ്പേസിന്റെ അവിടെ നിന്ന് മാത്രം ഇങ്ങോട്ടൊരു വിഷൻ ഡയറക്റ്റ് ഉണ്ട്. ഒരു L ഷേപ്പിലുള്ള ഒരു പ്രീമിയം ഫീലുള്ള ഒരു കൗച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ.
അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ ഒരു വിൻഡോ ഏരിയ ഒക്കെ വരുന്നുണ്ട്. അവിടോട്ട് വരുന്ന ഒരു ലൈറ്റും ഒക്കെ ആയാലും ആ ഡാർക്ക് തീമുമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഔട്ട് കർട്ടണും ഷിയർ കർട്ടണുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയാലും 2 തട്ടിലായിട്ടാണ് ചെയ്തേക്കുന്നത് ഫോൾ സീലിംഗ് അല്ലേ? സീലിംഗ് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ഇത് പ്ലെയിലാണ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ടി വി കൺസോളിലോട്ടും പോയിട്ടുണ്ട്. ഇതൊരു കിങ് സൈസ് ബെഡ് അല്ലേ? ഹെഡ് ബോർഡിന്റെ അവിടെ വന്നിട്ടായാലും ഒരു ടെക്സ്റ്റേർഡ് ഒരു സ്ലേറ്റ് ഫിനിഷ് ഉള്ള ഇത് ലാമിനേറ്റ് ഫിനിഷ് ആണത്. ഇത് എന്ത് വരുമായിരിക്കും ഈ ഒരു സൈസ് ഈ ഒരു ബെഡ്റൂമിന്റെ? 19x20 സൈസ് ഓൾമോസ്റ്റ് വരുന്നുണ്ട്. 19x20 വരുന്നുണ്ട്. ഇതൊരു നോർമൽ വീടിന്റെ സ്പേസ് ആണ്, ലിവിംഗ് ഏരിയയുടെ സ്പേസ് ഉണ്ട് ഇത് ആക്ച്വലി. ഇവിടെ ആയാലും ഒരു ഗ്രീൻ കളറിലെ ഒരു കൗച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വിങ്ഡ് ചെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തും സ്യൂഡ് മെറ്റീരിയലിന്റെ. മുകളിൽ എത്ര ബെഡ്റൂം ആക്ച്വലി? മുകളിൽ 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം. അപ്പൊ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പാസേജ്, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പാസേജ് പോലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പേസ് ആണല്ലോ ഈ കണക്ട് ചെയ്തേക്കുന്നത്. ഇതും ഒരു ബെഡ്റൂം തന്നെ. ഇത് ബെഡ്റൂം അല്ല, ഇത് ഹോം തിയേറ്റർ സ്പേസ് ആണ്. അതിപ്പോൾ നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ഹോം തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിലെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് കയറാം. ഇതാരുടെ ബെഡ്റൂം ആയത്? ഇത് മോളുടെ ബെഡ്റൂം. ഇതും അതേപോലെ തന്നെ അതിവിശാലമായ ബെഡ്റൂം സ്പേസ് ആണ്. അപ്പൊ നമ്മൾ കേറുമ്പോ തന്നെ കാണുന്നത് ഒരു വാക്ക്-ഇൻ വാർഡ്രോബ് പോലെ ഒരു സ്പേസ് ആണ്. ചുറ്റും വാർഡ്രോബ് കൊടുത്തേക്കുന്നു. ലോഫ്റ്റ് യൂണിറ്റ് ഉണ്ട്. താഴെ അത് മറ്റേ വാർഡ്രോബിൽ ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് സാൻഡൽസും ഷൂസും സ്നീക്കേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് സ്പേസ് ഉണ്ട്. ഡ്രസ്സിംഗ് സ്പേസും ഒരു പഫ് സീറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് തന്നെ എന്ത് വരുമായിരിക്കും? 100 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ഏകദേശം അപ്രോക്സിമേറ്റ്. ഓക്കെ, നമുക്ക് മറ്റേ കണ്ടതുപോലെ തന്നെ ഇതിന്റെയും ബാത്റൂം ടോയ്ലറ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് കയറാം. ടോയ്ലറ്റിലോട്ട് കയറുമ്പോൾ അതും ഇതുപോലെ തന്നെ അതിവിശാലമായ ടോയ്ലറ്റ് ആണ്. ഒലീവിന്റെ ടൈപ്പ് ഒരു ഗ്രീനും ഒരു ഐവറി കളറും കൂടെ. അതൊരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ടൈലാണ്. ഇത് നിങ്ങൾ കട്ട് ചെയ്തെടുത്തേക്കാണോ അതോ ഈ സൈസിൽ വന്നോ? അല്ല, കട്ട് ചെയ്ത് വെച്ചത്. ഇങ്ങനെ ഒരു പാത്വേ പോലെ നിങ്ങൾ എടുത്തേക്കാണോ അല്ലേ? ഓക്കെ, ഇതിന്റെ സൈഡിലും വലിയ ലീനിയർ വിൻഡോ ലൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ത്രൂ ഔട്ട് വിൻഡോ ഉണ്ട്. ഈ സൈഡിലൊക്കെ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. മറ്റേ റൂമിലൊക്കെ കണ്ട പോലെ തന്നെ നാനോ വൈറ്റിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ വെച്ച് കൊടുത്തേക്കുന്നു. വലിയൊരു സ്പേസ് ആണ് വെറ്റ് ഏരിയയിലും കൊടുത്തേക്കുന്നത്. ഫ്ലോറിൽ കൊടുത്തേക്കുന്ന അതേ മാറ്റ് ഫിനിഷ് ടൈല് തന്നെ ഭിത്തിക്കും കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു 150 സ്ക്വയർ ഫീറ്റ് എങ്കിലും കാണും അല്ലേ? നമ്മൾ ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ ഒരു ഫ്ലോർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ലെവൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആണ്. സ്പേഷ്യസ് തന്നെ. മറ്റേ സെയിം സൈസ് ആണോ? സെയിം സൈസ് തന്നെയാണ്. 19x20 സൈസിൽ വന്നേക്കുന്നു. ഇതിന്റെ മുകളിൽ സീലിംഗ് ഒക്കെ ആയാലും സീലിംഗ് ഡിസൈൻസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിൽ. കാരണം കുറച്ച് കൂടുതലും പ്ലൈവുഡ് വന്നിട്ടുണ്ട്. പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് വന്നിട്ടുണ്ട് ഇതിൽ. ഒരു കുറെ ക്രിസ് ക്രോസ് ഡിസൈൻസ്. ബെഡ്റൂം ഇത് കിങ് സൈസ് ബെഡ്റൂം. പിന്നെ ബാക്കിലുള്ളത് നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മറ്റേടത്ത് ഒരു മാറ്റ് ഫിനിഷ് ആണ്. ഇതൊരു ചെറിയ ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. ആവശ്യം പോലെ ലൈറ്റ് കയറാനുള്ള വിൻഡോ ഏരിയ ഇഷ്ടം പോലെ ഉണ്ട്. ഈ റൂമിലും വളരെ സൈസിലുള്ള ഒരു കൗച്ച് കൊടുത്തിട്ടുണ്ട് സീറ്റിംഗ് ഏരിയയിലൊക്കെ. മറ്റേടത്ത് മോന്റെ ആയാലും കബോർഡ് നിറച്ച അവാർഡ്സും ഇതൊക്കെയാണ് അല്ലേ? മോളുടെയും ഫുള്ള് അവാർഡ്സും. ഇത് കല്യാണത്തിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ഏരിയ ഉണ്ട്. സ്റ്റഡി ഏരിയ കൊടുത്തേക്കും. ഇവിടെ പിന്നെ ഇതൊരു ടി വി കൺസോൾ ആണ്. ടി വി കൺസോൾ ആണ്. ഇവിടെ ടി വി അവർ വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ ബെഡ്റൂമിന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ബാൽക്കണി സ്പേസ് പോയിട്ടുണ്ട് അല്ലേ? സെപ്പറേറ്റ് സ്പേസ് തന്നെ ത്രൂ ഔട്ട് ഈ ഒരു വിഡ്ത്തിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി ഏരിയ കാണുകയും ചെയ്യാം. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ അവിടെ അല്ലേ ഇത്രയും സ്പേസ് വേണോന്നുള്ളത്. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് അല്ലേ? കാരണം അവർ പുറത്തായത് കൊണ്ട് അവർക്ക് കുറച്ച് സ്പേഷ്യസ് കൺസേൺ ഉണ്ടായതുകൊണ്ട് 2 ബെഡ്റൂമും ഒരു ഹോം തിയേറ്റർ സ്പേസും കഴിഞ്ഞു. ഇനിയും 3ാമത്തെ ബെഡ്റൂം. ഇത് കിഡ്സ് ബെഡ്റൂം. എല്ലാ ഡോറിനും സെയിം ഫിനിഷ് ആണ്. ഒരു ക്യൂട്ട് ഒരു ടീൽ ഗ്രീൻ കളറിലെ ഒരു ഫിനിഷ് ആണ് ത്രൂ ഔട്ട് ചെയ്തേക്കുന്നത് അല്ലേ? ഹെഡ് ബോർഡ് സ്പേസ് ആയാലും വിൻഡോയുടെ താഴെയുള്ള ആ ഒരു പോർഷനിൽ പ്ലാസ്റ്ററിലൊക്കെ ആയാലും ആ പെയിന്റ് കൊടുത്തേക്കുന്നത്. ത്രൂ ഔട്ട് ഈ സൈസിന്റെ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം കോവലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്യൂഡ് മെറ്റീരിയൽ ചെയ്തേക്കുന്നു അല്ലേ? ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 സിംഗിൾ ബെഡ് സ്റ്റൈലില് കൊടുത്തേക്കാണ് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ സ്റ്റഡി ഏരിയ വാർഡ്രോബ് കൂടി അറ്റാച്ച്. സ്റ്റഡി ഏരിയ ഓക്കെ. അത് ത്രൂ ഔട്ട് ലെങ്തിൽ പോയിട്ടുണ്ട് വാർഡ്രോബ്. അതുപോലെ തന്നെ 2 ഇൻഡിവിജ്വൽ സ്റ്റഡി ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് വരുമായിരിക്കും അപ്രോക്സിമേറ്റ്ലി? 10x11 12 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇവിടുത്തെ കിഡ്സിന്റെ സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഏരിയ ആണ് അല്ലേ? അതായാലും ഒരു ഫുൾ സൈസ് മിറർ ഇവിടും കൊടുത്തിട്ടുണ്ട്.
വാഷ് ഏരിയയിലായാലും അതിനനുസരിച്ചുള്ള ഒരു മിറർ യൂണിറ്റ് മിറർ യൂണിറ്റ് ഇതൊക്കെ കൊടുത്തിരുന്നുണ്ട്. ഫിനിഷസ് ഒക്കെ എനിക്ക് യൂട്ടായിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം തന്നെ ലാമിനേറ്റ് കളറിൽ നിങ്ങൾ എടുത്തതേ ഉള്ളൂ. അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ബെഡ്റൂംസ് എല്ലാം കഴിഞ്ഞു അല്ലേ? അപ്പം ഈ ഒരു സ്പേസ് ഇനി പുറത്തോട്ടുള്ള ബാൽക്കണി സ്പേസ് ആണ്. ബാൽക്കണി സ്പേസ് ആണ്. ഇതും നല്ല ലെങ്തിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള താഴത്തെ സിറ്റ് ഔട്ടിന്റെ സെയിം സൈസിൽ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഒരു സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നോർമൽ നമ്മൾ താഴ്ന്ന് കണ്ട ഡബിൾ ഹൈറ്റ് സ്പേസ് ഉണ്ടല്ലോ, അതെ, ആ ഒരു ഏരിയ ആണ് ഇത്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു പെർഗോള ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, സൺലൈറ്റിന് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഡെക്കറേറ്റീവ് പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മഴയുടെ ഒരു തൂവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അടിക്കില്ല, അത്രയും ലെങ്തിൽ പോയേക്കാണ്. അതെ അതെ അതെ, നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായല്ലോ, നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇവിടുന്ന് ഇവിടം വരെ ഷെയ്ഡ് ഉണ്ട്, അത് കൂടാതെ അത്രയും അങ്ങോട്ട് ഇറക്കിയിട്ടല്ലേ. ഇത് മറ്റേ നമ്മൾ കണ്ട ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ് വരുന്നത്. ആ ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ്. ഇതൊക്കെ GA പിന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ഫിക്സ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പം വീടിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിരിക്കും.